عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ ഒരു ഇടയിൽ വെച്ചിട്ടാണ് നിർത്തിയത് അല്ലേ? നമുക്ക് ഇബ്നു ലബൂൻ എടുക്കുന്നിടത്ത് എന്താകാം, അതിൻ്റെ മുകളിലുള്ളതിനെടുക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു വയസ്സ് കൂട്ടിയതിനെടുക്കാം. അതൊക്കെ യുറഫ് ദാലിക ബി തഖ്വീമി വൻ നിസ്ബത്തി അല്ലേ, വില കെട്ടിക്കൊണ്ടും അത് തമ്മിലുള്ള പരസ്പര നിസ്ബ കൊണ്ടൊക്കെ നമുക്ക് എന്താകും അത് മനസ്സിലാക്കാം എന്നുള്ള പറഞ്ഞത്. അതിനുള്ളൊരു ഉദാഹരണമാണ് പറയുന്നത്. അപ്പോൾ ഇതാ കാന ഖീമത്തുൽ മൗഖൂദ് ഫി 25 നമ്മൾ 25 എടുക്കുന്ന ഒരു ഇബ്നു ലബൂനിൻ്റെ വയസ്സാണ് എങ്കിൽ ദിർഹമൻ, ഒരു 50 ദിർഹമൻ 50 ദിർഹമാണ് അതിൻ്റെ റേറ്റ്. എന്നാൽ യക്കൂനു ഖീമത്തുൽ മൗഖൂദ് ഫി 36 അപ്പം പിന്നെ 36 എടുക്കുന്നതിൻ്റെ വില ആവും എത്ര ആവും? 72 ദിർഹമൻ 72 ദിർഹം. ബി നിസ്ബത്തി സിയാദത്ത് 36 അലൽ 25 25-നേക്കാളും 16 വയസ്സാണല്ലോ ഇപ്പോൾ ഇവിടെ കൂടുന്നത്. അപ്പോൾ ഒരു 25 വയസ്സുള്ള എനിക്ക് അതിൻ്റെ നേരെ ഇരട്ടിയായ 50 ദിർഹമാണ് വില എങ്കിൽ 25-നേക്കാൾ 36 ആകുമ്പോൾ എന്താകുന്നുണ്ട്? ഒരു 11 അവിടെ കൂടുന്നത്. അപ്പോൾ അവിടെ എന്താവേണ്ടി വരും? അതിനനുസരിച്ച് 11-ൻ്റെ ഇരട്ടി 22 രൂപ കൂടേണ്ടി വരും. അപ്പം മറ്റീന് 50 ദിർഹമാണ് വില എങ്കിൽ ഇതിനെന്താവും? 72 ദിർഹമാകും. അത്രയേ ഉള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. 25-ൽ നമ്മൾ കൊടുക്കുന്ന ഇബ്നു ലബൂൻ്റെ വില 50 അതായത് 25-ന് നേരെ ഇരട്ടിയാണ്. അപ്പോൾ 36-ൽ അതേപോലെ 36-ൻ്റെ നേരെ ഇരട്ടിയായിട്ട് 72 ആ കോലത്തിലേക്കാരും വരാം. വയ്യ ഹുമുസാനി വ ഹുമുസുൻ സിയാദത്തെ 36 അലൽ 25 25-നേക്കാളും 36 എന്താകുന്നുണ്ട് അധികരിക്കുന്നതിൻ്റെ നിസ്ബ നോക്കിയാൽ മതി. വയ്യ ഹുമുസാനി 2 ഹുംസ് അധികരിക്കുന്നുണ്ട് അല്ലെ, 2 10 അധികരിക്കുന്നുണ്ട്. പിന്നെ ഹുംസ് ഹുംസിൻ ഒരു 5-ൽ 1 ഭാഗം, അതാണല്ലോ 5-ൽ 1 പറഞ്ഞാൽ അപ്പോൾ 1. അപ്പം അങ്ങനെ മൊത്തം എത്ര? 10. ഹുംസാനി പറഞ്ഞാൽ 2 5-കൾ, അപ്പോൾ 10 പിന്നെ ഹുംസ് ഹുംസിൻ ഒരു 5-ൽ 1 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ എത്രയായി? 11 അവിടെ അധികരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് 11-ൻ്റെ ഇരട്ടി അവിടെ ഉണ്ടാവും, വില കൂടും. അങ്ങനെ 72 ആവും. സാനി എന്ന സാനിക്കാർ പറഞ്ഞാൽ മനു അങ്ങനെ കൊടുക്കാനൊന്നും പറ്റൂല. വാല ഹാദ തൂഖദു ഉൻസ ദൂന ഖീമത്തിൽ മൗഖൂദത്തി ഫി മഹലിൽ ഇനാസി. വാല ഹാദ ഈ അഭിപ്രായം അനുസരിച്ച് തൂഖദു ഉൻസ ദൂന ഖീമത്തിൽ മൗഖൂദത്തി മിൻ മഹലിൽ ഇനാസി, ഒരാളെ കയ്യിൽ ഇനാസ് മാത്രമേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ വിലയിൽ നിന്ന് എടുക്കുന്നതിനേക്കാൾ താഴ്ന്ന വിലയിലുള്ള ഉൻസയെ വേണമെങ്കിൽ എന്താകാം നമുക്ക് എടുക്കാൻ പറ്റും. ബിയാൻ തക്കൂമ ദുക്കൂറു ബി തഖ്ദീരിഹ ഇനാസൻ, അവൻ്റെ കയ്യിലുള്ള ആണുങ്ങളൊക്കെ എന്താകുക പെണ്ണുങ്ങളായിട്ട് സങ്കല്പിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് വില കിട്ടുക അർത്ഥം. വൽ ഉൻസൽ മൗഖൂദത്തു അൻഹ, അതേപോലെ എടുക്കപ്പെടുന്ന ആ ഉൻസക്ക് എത്രയാണ് വില അതും അതിനനുസരിച്ച് നോക്കുക. അപ്പം അതിനനുസരിച്ച് അങ്ങനെ എടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ പറഞ്ഞത് പെണ്ണുങ്ങൾ എടുക്കുന്നതിന് പകരമൊക്കെ എന്താകാണെങ്കിൽ ഫുൾ ആണുങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ആണുങ്ങൾ എടുക്കുന്നതിന് പകരമാണെങ്കിൽ പെണ്ണിനെയും എടുക്കാം, പെണ്ണ് മൃഗത്തെയും എടുക്കാൻ പറ്റും. അപ്പോൾ തോറഫു നിസ്ബത്തു ഖീമത്തിഹ, അപ്പം അതിൻ്റെ വിലയുടെ നിസ്ബ മനസ്സിലാക്കാൻ പറ്റും. മിനൽ ജുംലത്തി ആ മൊത്തത്തിൽ നിന്ന് നമുക്ക് എന്താകാൻ കഴിയും? മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് സുമ്മ തുക്കവ്വമു ദുക്കൂറൻ, അതൊക്കെ ആണുങ്ങളായിട്ട് എന്താകുക അതിൻ്റെ വില കിട്ടുക. എന്നിട്ട് തോഹദു ഉൻസ ഖീമത്തുഹ മാ തഖ്തളിഹി നിസ്ബ, ആ നിസ്ബ അനുസരിച്ച് തേടുന്ന വിലക്ക് ഒത്തതായ ഒരു പെൺമൃഗത്തെ എന്താകുക എന്നിട്ട് അതിൽ നിന്ന് എടുക്കുക. ഇതൊക്കെ ആണുങ്ങളാണ് എന്നുള്ള രീതിയിൽ എന്താകുക അതിന് വില കെട്ടുക. എന്നിട്ട് അപ്പം ആ വില കെട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള നിസ്ബ അനുസരിച്ച് അതിനോട് യോജിക്കുന്ന അതിൽപ്പെട്ട ഒരു പെണ്ണ് മൃഗത്തെ എന്താകുക സകാത്തായിട്ട് എടുക്കാൻ പറ്റും. ഫൈദ കാമത്ത്, ഇനി അതിനൊരു ഉദാഹരണം പറയാണ്. ഫൈദ കാനത്ത് ഖീമത്തുഹ ഇനാസൻ, ഇവകളൊക്കെ മൊത്തം പെണ്ണ് ആണ് എങ്കിൽ അതിൻ്റെയൊക്കെ വില മൊത്തം എത്ര ആകുമായിരുന്നേനെ? അൽഫീനി 2000 ആകുമായിരുന്നേനെ എങ്കിൽ ഖീമത്തുൽ ഉൻസൽ മൗഖൂദത്തി അൻഹ 50, ആ സകാത്തായിട്ട് എടുക്കുന്ന മൃഗത്തിൻ്റെ വിലയാണെങ്കിൽ 50 ദിർഹമാണ്. എന്നാൽ അപ്പം നമ്മളെന്താണ് ഇനിയിപ്പോൾ ഇതിനെ മൊത്തം ആണായിട്ട് സങ്കല്പിക്കണം എന്നല്ല പറഞ്ഞത്. അപ്പോൾ ആണായിട്ട് വില കെട്ടുവെക്കാം. അപ്പോൾ മൊത്തം ഇപ്പോൾ പെണ്ണായിട്ട് നോക്കുമ്പോൾ 2000 അതിൻ്റെ വില. എന്നാൽ ഖീമത്തുഹ ദുക്കൂറൻ, ആണായിട്ട് അതിൻ്റെ മൊത്തത്തിലുള്ള വില എത്രയാണ്? 1000.
പെണ്ണായിട്ടാണെങ്കിൽ 2000 ഉണ്ടായിരുന്നു. ആണായിട്ട് സങ്കല്പിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള വില 1000 ആണ് ഉള്ളത്, നേരെ പകുതിയാണ്. എന്നാൽ ഉഖിദ അൻഹ ഉൻസ ഖീമത്തുഹ ഖംസത്തും വഇശ്റൂന, ഒരു 25 ദിർഹം വില വരുന്ന ഒരു പെണ്ണൊട്ടകത്തെ വേണമെങ്കിൽ നമുക്ക് എന്താ എടുക്കാം. പെണ്ണൊട്ടകം എന്നല്ല, പെണ്ണ് മൃഗം. ഏതാണോ, ആടാണെങ്കിൽ ആട്, അല്ലെങ്കിൽ പശു ആണെങ്കിൽ പശു, ഒട്ടകമാണെങ്കിൽ ഒട്ടകം. അപ്പോൾ നമ്മൾ നേർക്കിപ്പോൾ ആണിനിക്ക് പകരം ആണ് നമ്മൾ ഒരാളെ കയ്യിലുള്ളത് മൊത്തം പെൺമൃഗങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടി വരും, ചിലപ്പോൾ അയാളെ കയ്യിൽ നിന്നുള്ള പെൺമൃഗത്തെ വേണമെങ്കിൽ എടുക്കാം. ആണിനെ കൊടുക്കുന്നതിന് പകരമാണെങ്കിൽ പെണ്ണിനെ എടുക്കാം. പക്ഷെ വില അതിനനുസരിച്ച് എന്താവണം, വില കെട്ടിയിട്ട് സമമാക്കണം എന്നർത്ഥം. വൽ വജ്ഹാനി ഫിൽ ഇബിലി വൽ ബക്കരി, ഈ ഇതൊക്കെ വരല് പശുവിലും ഒട്ടകത്തിലാണ്. അമ്മൽ ഒനമു ഫയൂഖദു അൻഹ ദക്കറു ഖത്തൻ. അപ്പോൾ പിന്നെ ആടാണെങ്കിൽ പിന്നെ അതിൽ എന്ത്, ആണിന് പകരം പെണ്ണിനെ എടുക്കാനൊന്നും എന്തായാലും പറ്റൂല, അവിടെ ആണെന്നെ പറ്റുള്ളൂ എന്നാണ് ഇവരുടെ അഭിപ്രായം. വഖീല അലൽ വജ്ഹൈനി വൽ മുൻഖസിമതു മിന സലാസി ഇല ദുക്കൂരി വൽ ഇനാസി ലാ യൂഖദു അൻഹാ ഇല്ലൽ ഇനാസു കൽ മുതമഹലത്തി ഇനാസൻ. എന്നാൽ വഖീല വേറെ കേളുണ്ട്, എന്ത്, അലൽ വജ്ഹൈനി, ഈ രണ്ട് വജ അനുസരിച്ചും, വൽ മുൻഖസിമതു മിന സലാസി ഇല ദുക്കൂരി വൽ ഇനാസി, അപ്പോൾ വൽ മുൻഖസിമതു മിന സലാസി വഖീല അലൽ വജ്ഹൈനി, രണ്ട് വജഹ അനുസരിച്ച്, രണ്ടാമത്തെ വജഹ അനുസരിച്ച് എന്താകുക, ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ദക്കറിനെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അർത്ഥം. എന്നാൽ ആറ് അഭിപ്രായം അനുസരിച്ച് എന്ത്, അലൽ വജ്ഹൈനി, ആ വജ്ഹൈനി അനുസരിച്ച് എന്താകാം, ഒട്ടകത്തിലും ബക്കറിലും എടുക്കാമെന്നല്ല പറഞ്ഞത്. ആ വജഹൈനനുസരിച്ച് എന്ത്, അവിടെ വേണമെങ്കിൽ രണ്ടിനെയും എടുക്കാൻ പറ്റും എന്നാണ് ഒരു അഭിപ്രായം. ദക്കറിനെ മാത്രമല്ല, വേണമെങ്കിൽ എന്താകുക, ഉൻസയെയും എടുക്കാൻ പറ്റും. എന്നാൽ വൽ മുൻഖസിമത്തു മിന സലാസി, നീ വൽ മുൻഖസിമത്തു, ഒരാൾക്ക് ഓഹരിയായത് മിന സലാസി, മൂന്നെണ്ണമാണ് ഒരാൾക്ക് കൊടുക്കാനുള്ളത്. അപ്പം അത് ഓഹരി ആയിട്ടുണ്ടെങ്കിൽ ദുക്കൂരിൽ ഇനാസി, പെണ്ണിലേക്കും ആണിലേക്കും ഓഹരി ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കൊടുക്കേണ്ട വിഹിതം 3 3 മൃഗത്തെ കൊടുക്കണം. പക്ഷെ അയാളെ കയ്യിലുള്ളത് ആണുണ്ട് പെണ്ണുണ്ട്, രണ്ടും കൂടി കലർന്നതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഏതിനാണ് കൊടുക്കേണ്ടത്, ലാ യൂഖദു അൻഹ, അതിനെ തൊട്ട് എടുക്കാൻ പാടില്ല, ഇല്ലൽ ഇനാസു, പെൺമൃഗത്തെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, കൽ മുതമഹ്യലത്തി ഇനാസൻ, അയാളുടെ കയ്യിൽ മുഴുവൻ പെൺമൃഗമാണെങ്കിൽ അവിടെ പെൺമൃഗത്തെ അല്ലേ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇയാളുടെ കയ്യിൽ രണ്ടും ഉണ്ട്, പക്ഷേ അയാൾക്ക് 3 മൃഗം കൊടുക്കാണ്ട്. അപ്പോൾ അവിടെ പെണ്ണിനെ മാത്രമേ എന്താകാൻ പറ്റുള്ളൂ, എടുക്കാൻ പറ്റുള്ളൂ. വഫിസ് സിഗാരി, ഇനി ചെറിയ മൃഗങ്ങൾ, ഒരാളെ കയ്യിലുള്ളത് ചെറിയ മൃഗങ്ങളാണ്, മുഴുവൻ ചെറിയ കുട്ടികളാണ് ഉള്ളത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൽ സ്വഗീറത്തുൻ, ചെറിയ മൃഗങ്ങളെയാണ് കൊടുക്കേണ്ടത്. ഫിൽ ജദീദ് അഭിപ്രായം അനുസരിച്ച്. കാൻ മാറ്റത്തിൽ ഉമ്മഹാത്തു അൻഹ, കുറേ ചെറിയ കുട്ടികളുണ്ടായി, അതൊക്കെ ഉണ്ടായി കഴിഞ്ഞ ഉടനെ തന്നെ ഐറ്റങ്ങളുടെയൊക്കെ ഉമ്മമാരെന്തായി, നേരെ ചത്തുപോയി. ഫയബിനി ഹൗലഹ അല ഹൗലിഹ കമാ സയത്തി, അപ്പം പിന്നെ ഈ കുട്ടികളുടെ വർഷം നമ്മൾ പരിഗണിക്കണം, അല ഹൗലിഹ, ആ ഉമ്മമാരുടെ വർഷത്തിനനുസരിച്ച്. അതായത് ഇയാളുടെ കയ്യിൽ ഈ ഉമ്മമാരെത്തിയിട്ട് 1 വർഷമാകുമ്പോൾ, എപ്പോഴാണോ 1 വർഷമാകുന്നത് അപ്പോൾ ഈ കുട്ടികളെ പിടിച്ചുകൊണ്ട് സക്കാത്താകണം. കുട്ടികൾ ഉണ്ടായത് മുതൽ പിന്നെ 1 വർഷം കണക്കാക്കല്ല ചെയ്യേണ്ടി, ഈ ഉമ്മമാരുടെ വർഷത്തിനനുസരിച്ചാണ് കണക്കാക്കേണ്ടത്. ഒരാൾ റമളാൻ 1 മൊത്തം വാങ്ങിയതെങ്കിൽ ഈ ഉമ്മമാരെ വാങ്ങിയത്, അങ്ങനെ റമളാൻ 1 വാങ്ങി ഷവ്വാലിൽ ഉമ്മ പ്രസവിച്ചു, ഷവ്വാലിൽ ഉമ്മ മരിച്ചുപോയി, എന്നാൽ അടുത്ത ഷവ്വാലിലാണോ സക്കാത്ത് കൊടുക്കേണ്ടി, അല്ല, അടുത്ത റമളാനിൽ തന്നെ കൊടുക്കേണ്ടി വരും. കാരണം ഉമ്മമാരെ എപ്പോഴാണോ മിൽക്കാക്കി അതിനനുസരിച്ച് കൊല്ലം പരിഗണിക്കണം. എന്നാൽ വൽ ഖദീമേര് പറഞ്ഞത് ലാ യൂഖദു അൻഹാ ഇല്ലാ കിബീറത്തുൻ, ഒരാളെ കയ്യിലുള്ള ചെറിയ മൃഗങ്ങളൊക്കെ ആയിക്കോട്ടെ, പക്ഷെ സക്കാത്ത് കൊടുക്കുമ്പോൾ എന്താവണം, വലിയ മൃഗത്തെ തന്നെ സക്കാത്ത് കൊടുക്കണം. പക്ഷേ ലാക്കിൻ ദൂനൽ കബീറത്തിൽ മൗഖൂദത്തി ഫിൽ കിബാരി ഫിൽ ഖീമത്തി, വിലയുടെ വിഷയത്തിൽ എന്ത്, ഒരാളെ കയ്യിൽ മുഴുവൻ വലിയ മൃഗങ്ങളാണെങ്കിൽ അവിടെ പിടിക്കപ്പെടുന്ന ആ ഒരു വലിയ മൃഗത്തിൻ്റെ വിലയൊന്നും ഇല്ലാത്ത ഒരു വലിയ മൃഗം, അങ്ങനത്തെ ഒന്നിനെയാണ് പിടിക്കപ്പെടേണ്ടത്. വലിയ മൃഗത്തെ തന്നെയാണ് സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്, പക്ഷേ വിലയിൽ മറ്റീൻ്റെ അത്ര വില ഇല്ലാത്ത ഒരു മൃഗത്തെയാണ് കൊടുക്കേണ്ടത്.
വഹക്കൽ ഖിലാഫ വജിഹൈനി, ഈ ഖിലാഫിനെ വജിഹൈനായിട്ടും ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതൻ വലൽ അവലി, ഒന്നാമത്തെ അഭിപ്രായം അനുസരിച്ച് യജ്തഹിദു സായി. അപ്പോൾ ഈ സക്കാത്ത് പിരിപ്പിക്കുന്ന ആളുണ്ടല്ലോ, അയാൾ ഒന്ന് ഇജ്തിഹാദ് ചെയ്യണം. ഫി ഗൈരിൽ ഗനമി, ആടല്ലാത്ത വിഷയത്തിൽ, അതായത് പശുവും ഒട്ടകമൊക്കെ ആണെങ്കിൽ അയാളൊന്ന് ഇജ്തിഹാദ് ചെയ്യണം ഏതിനാണ് പിടിക്കേണ്ടത് എന്നുള്ളത്. എന്നിട്ട് തെരിസു അനി തസ്വിയത്തി ബൈനൽ ഖലീലി വൽ കസീരി, കുറഞ്ഞതിൻ്റെയും അധികരിച്ചതിൻ്റെയും ഇടയിൽ സമമാക്കുന്നതിന് അയാൾ സൂക്ഷിക്കും വേണം. ഇപ്പോൾ യഹുദ് ഫി സിത്തും, അതായത് ഇപ്പോൾ കുറഞ്ഞ എണ്ണത്തിലാണെങ്കിലും നമ്മൾ കൂടിയ എണ്ണത്തിലാണെങ്കിലും ഒന്നിനെ തന്നെ പിടിക്കാന്നൊക്കെ പറഞ്ഞു ചില അവസരങ്ങളിൽ. അപ്പോൾ ഇതിൽ പിടിക്കുന്നതിൻ്റെ വില എത്രയാണ് വരിക, കൂടിയതാണെങ്കിൽ 25 പിടിക്കുന്നതിന് എത്രയാണ് വില വരിക നോക്കുക, 36 പിടിക്കുന്നതിന് എത്രയാണ് വില വരിക നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് പറ്റിയ മൃഗം ഏതാണെന്ന് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ചാണ് പിടിക്കേണ്ടത് അർത്ഥം. അപ്പോൾ യഹുദ് ഫി സിത്തും വസലാസിനെ 36 ആകുമ്പോൾ അയാൾ പിടിക്കണം ഫസീലൻ ഫൗക്കൽ മൗഹൂദ് ഫി ഹംസി മൈശിരിന, 25 പിടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഉഷാറായ മറ്റൊരു മൃഗത്തെയാണ് ഫസീൽ പറഞ്ഞാൽ കുട്ടി എന്നൊക്കെ അർത്ഥം. അങ്ങനത്തെ ഒരു ആൺമൃഗത്തെ പിടിക്കാൻ പറ്റും. വഫി സിത്തിം അർബൈൻ എന്ന 46 ആകുമ്പോൾ ഫൗക്കൽ മൗഹൂദ് ഫി സിത്തിം വസലാസിനെ 36 പിടിക്കുന്നതിനേക്കാൾ ഒന്നും കൂടി ഉഷാറായിട്ട് വില കൂടിയതായ ഒരു മൃഗത്തെ പിടിക്കണം. വാല ഹാദൽ ഖിയാസ്, അതിനനുസരിച്ച് അങ്ങനെ ഖിയാസാക്കണം എന്നർത്ഥം. അപ്പോൾ സക്കാത്ത് പിരിപ്പിക്കാൻ വരുന്ന ആള് 25 പിടിക്കുന്നതിനേക്കാളും കുറച്ച് വില കൂടിയ മറ്റൊന്നിനെയാണ് 36 പിടിക്കേണ്ടി. അങ്ങനെ അയാളൊന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, വിലയൊക്കെ നോക്കിയിട്ട്. വലവ് ഇൻകസമത്തിൽ മാഷിയത്തു ഇല സിഗാരി വഖിബാരി, ഇനി ഒരാളെ കയ്യിലുള്ള മൃഗങ്ങൾ കുറച്ച് ചെറുതുണ്ട് കുറച്ച് വലുതുണ്ട് എങ്കിൽ ഇപ്പോൾ ഖിയാസുമാ തഖദ്ദമ ഉജൂബ് കബീറത്തിൻ ഫിൽ ജദീദ, അപ്പം നേരത്തെ പറഞ്ഞതിനോട് ഖിയാസാക്കുകയാണെങ്കിൽ അവിടെ എന്തായാലും വലിയ മൃഗത്തെ തന്നെ കൊടുക്കൽ നിർബന്ധമാകും. എന്നാൽ വഫിൽ ഖദീമി, ഖദീമായ പ്രശ്നത്തിലുണ്ട് തൂഖദു കബീറത്തുൻ ബിൽ ഖിസ്തി, കബീറത്തിനെ തന്നെയാണ് പിടിക്കേണ്ടത്, പക്ഷെ ബിൽ ഖിസ്തി വിഹിതിക്കണം. അതായത് ഇപ്പോൾ ചെറിയ മൃഗങ്ങൾക്ക് എത്ര ഓഹരിയാണ് വരിക അതിനനുസരിച്ച് അതും, വലിയ മൃഗങ്ങൾക്ക് എത്ര ഓഹരിയാണോ അതിനനുസരിച്ച് വീതിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ വലിയ മൃഗങ്ങൾ മൊത്തം എത്ര ഉണ്ട് നോക്കുക, അതിന് മൊത്തം എത്ര വില വരും നോക്കുക. അതേപോലെ ചെറിയ മൃഗങ്ങൾ എത്ര ഉണ്ട് നോക്കുക, അതിന് മൊത്തം എത്ര വില വരും നോക്കുക. എന്നിട്ട് രണ്ടും കൂടി ഇതാക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടി നിസ്ബ ചെയ്ത് നോക്കുമ്പോൾ ചെറിയ മൃഗങ്ങൾ എത്ര ഉണ്ട്, വലിയ മൃഗങ്ങൾ എത്ര ഉണ്ട്, എത്ര ശതമാനം ഉണ്ടെന്ന് കിട്ടും. അപ്പോൾ അതേപോലെ ഒരു വലിയ മൃഗത്തെ പിടിക്കുക, അതിൻ്റെ വില ഈ ഒരു ശതമാനത്തിനോട് സമമായിട്ട് വരുന്ന കോലത്തിലുള്ളത് പിടിക്കണം. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഖിസ്താക്കുന്നതിൻ്റെ രൂപം പറഞ്ഞിട്ടുണ്ട്. ഇനി വലാ തൂഖദു റുബ്ബ, റുബ്ബയെ പിടിക്കാൻ പാടില്ല. റുബ്ബ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും താൻ ഇഷ്ടപ്പെട്ട ഒരു മൃഗം ഉണ്ടാവും, താൻ പ്രത്യേകം പോറ്റി വളർത്തുന്ന, പ്രത്യേകം ഇതൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് അവനക്ക് ഇഷ്ടപ്പെട്ട ഒരു മൃഗമൊക്കെ ഉണ്ടാവും. അതിനെ അവൻ സക്കാത്തായിട്ട് പിടിക്കാൻ പാടില്ല, ഈ സായി പിടിക്കാൻ പാടില്ല. അക്കൂലത്തുൻ, അതേപോലെ അക്കൂലത്ത് നല്ലോണം തിന്നുന്ന മൃഗം എന്ന് പറഞ്ഞാൽ ഇവൻ തീറ്റിച്ച് തിന്നാനായിട്ട് ഉണ്ടാക്കുന്ന തടിച്ചു കൊയ്ത്ത നല്ലൊരു സാധനമൊക്കെ ഉണ്ടാവും ഇവൻ്റെ ഇതിൽ, അതിനൊന്നും എന്താകാൻ പാടില്ല, സക്കാത്തായിട്ട് പിടിക്കാൻ പാടില്ല. സക്കാത്തായിട്ട് പിടിക്കുമ്പോൾ സാധാ അതിൽപ്പെട്ടൊരു നോർമൽ സാധനത്തിനെ പിടിക്കാൻ പറ്റുള്ളൂ. വഹുമ കമാഫിൽ മുഹരരി വൈരിഹി അൽ ഹദീസത്തുൽ അഹദ് ബിൻ നിതാജി വൽ മുസമ്മനത്തുൽ അക്രി. ഇനി അത് മുഹറൽ പറഞ്ഞനുസരിച്ച് റുബ്ബ എന്ന് പറഞ്ഞാൽ എന്താകുന്നു, അൽ ഹദീസത്തുൽ അഹദ് ബിൻ നിതാജി, ഈ അടുത്ത് പ്രസവിച്ച, അതാണ് പോറ്റി വളർത്തപ്പെടുന്ന അർത്ഥം. ഈ അടുത്ത് പ്രസവിച്ച് ഓൻ പ്രത്യേകം അതിനെങ്ങനെ നോക്കി വളർത്തുന്ന ചെറിയ കുട്ടിയൊക്കെ ഉണ്ടാവില്ലേ, പ്രത്യേകം നോക്കി വളർത്തുന്ന അങ്ങനത്തെ ഒരു മൃഗം, അതിനെ പിടിക്കാൻ പാടില്ല. അതേപോലെ അക്കൂലത്ത് പറഞ്ഞാൽ വൽ മുസമ്മനത്തുലിൽ അക്കിലി, തിന്നാൻ വേണ്ടി തടിച്ച് കൊയ്പ്പിക്കപ്പെട്ട സാധനം, നല്ല ഇറച്ചിയൊക്കെ ഉണ്ടാകാൻ വേണ്ടി നല്ലോണം ഭക്ഷണം കൊടുത്ത് തടിച്ച് കൊയ്പ്പിച്ചെടുത്ത സാധനങ്ങൾ ഉണ്ടാവും, അങ്ങനത്തെ മൃഗങ്ങൾ, അതിനെ പിടിക്കാൻ പാടില്ല. അതേപോലെ ഹാമിലുൻ, ഗർഭിണിയെ പിടിക്കാൻ പാടില്ല. ഖിയാറുൻ, അതേപോലെ ചിലർക്ക് പ്രത്യേക മൃഗങ്ങൾ ഉണ്ടാവും, ഖിയാറായ മൃഗങ്ങൾ, അതിനൊന്നും പിടിക്കാൻ പാടില്ല. ഇല്ലാ ബിരിദൽ മാലിക്കി ബിദാലിക്ക, ഉടമസ്ഥനയിൽ തൃപ്തി ഉണ്ടെങ്കിൽ അല്ലാതെ പിടിക്കാൻ പാടില്ല. റുബ്ബ യുത്ലഖു അലൈഹ ലിസ്മു, റുബ്ബ എന്നുള്ളതിനെ കുറിച്ച് സാധാരണ അങ്ങനെ പറയപ്പെടാറുണ്ട് അർത്ഥം, അതിൻ്റെ മേലെ അങ്ങനെ പേര് വെക്കാറുണ്ട് അർത്ഥം. കാല സുഹരിയു ഇല 15 യൗമൻ മിൻ വിലാദത്തിഹ, പ്രസവിച്ച് 25 ദിവസം വരെയാണ് അങ്ങനെ റുബ്ബ എന്ന് പറയല്. അത് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് റുബ്ബ എന്ന് നമുക്ക് പറയാൻ പറ്റൂല എന്നാണ് സുഹരി ഇമാമിൻ്റെ അഭിപ്രായം. നേരത്തെ പറഞ്ഞ അഭിപ്രായം അനുസരിച്ച് അങ്ങനെ കുറേ കാലം വരെ എന്താക്കുക, ആ ഇസ്മ മുത്തലക്ക നിലയ്ക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് നേരത്തെ പറഞ്ഞത്. എന്നാൽ സുഹരി ഇമാം പറഞ്ഞത് 15 ദിവസം വരെയാണ് റുബ്ബ എന്ന് പറയാൻ പറ്റുക.
വൽ ജൗഹരിയു അനിൽ ഉമവി എന്ന ജൗഹരി എന്നവർ പറഞ്ഞ ഇലാ ഷെഹ്റൈനി 2 മാസം വരെ നമുക്ക് റുബ എന്ന് വേണമെങ്കിൽ എന്താകാം അതിനെക്കുറിച്ച് പറയാം. പ്രസവിച്ച് 2 മാസം വരെ അതിനെ റുബ എന്നുള്ള ഗണത്തിൽ പെടുത്താൻ പറ്റും. ഹുക്കിയ ഖിലാഫൻ എന്ന ഈ ഖിലാഫിനെ ഉദ്ധരിച്ചിട്ടുണ്ട് ഫി അന്ന തഖ്തസുബിൽ മഅസി ഔ തുത്തുലക്കു അല ലൈനി അയ്ലൻ. ഇത് മാസിനായിട്ട് മാത്രം പ്രത്യേകമായതാണോ അതല്ല ലൈനിനോടും പ്രത്യേക ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഖിലാഫുകളൊക്കെ എന്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. കാല വക്കത്ത് തുത്തുലക്കു അല ലിബിലി ഒട്ടകത്തിനെ കുറിച്ച് ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്. കാല വൈറു വൽ ബക്കറു പശുവിൽ നിന്നുള്ളതിനെ കുറിച്ചും ഇങ്ങനെ പറയാറുണ്ട് അർത്ഥം. ഒട്ടകത്തിൽ നിന്നുള്ളത് ഇതേപോലെ പ്രസവിച്ചതിനെ കുറിച്ചും റുബ എന്ന് പറയാറുണ്ട്. പശുവിൽ നിന്ന് പ്രസവിച്ചുണ്ടായ ചെറിയ കുട്ടികളെ കുറിച്ചും റുബ എന്ന് പറയാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയാൻ പറ്റും. അതല്ല വേറെ അഭിപ്രായം അനുസരിച്ച് മാസിനെ കുറിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. വേറെ അഭിപ്രായം അനുസരിച്ച് ലൈനിനെയും അതിൻ്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റും. അങ്ങനെ കുറേ അഭിപ്രായങ്ങൾ. ഇനി വലോ ഇഷ്തറക്ക അഹ്ലു സക്കാത്ത് ഈ സക്കാത്തിൻ്റെ ഉടമസ്ഥർ കൂറായാൽ ഫി മാഷിയത്തിന് ഒരു മൃഗത്തിൽ ഫി മാഷിയത്തി നിസാബിൻ നിസാബെത്തിയതായ മൃഗത്തിൽ 2 ആളുകൾ കൂറായി എന്ന് പറഞ്ഞാൽ 2 ആളുകൾ ഒന്നായിട്ട് ഒരു 30 പശുവിനെ വാങ്ങി അല്ലെങ്കിൽ 40 ആടിനെ വാങ്ങി. അപ്പോൾ നിസാബ് എത്തിയിട്ടുണ്ട് 30 പശു അല്ലെങ്കിൽ 40 ആട് എന്നുള്ളത്. എന്നാൽ ഇത് 2 ആളതും കൂടിയാണ് അല്ലേ. അപ്പോൾ 2 ആളും കൂടി അതിൽ കൂറായതാണ്. അതാണ് ഇഷ്തറക്ക അഹ്ലു സക്കാത്തി ബിഷിറായി ഒന്നെങ്കിൽ 2 ആളും കൂടി വാങ്ങി ഔ ഇർസിൻ അല്ലെങ്കിൽ ഓൽക്ക് 2 ആൾക്കും കൂടി അനന്തരം കിട്ടി. ഉപ്പാൻ്റെ കയ്യിൽ ഒരു 40 ആടുണ്ടായിരുന്നു. അത് അനന്തരം കിട്ടിയപ്പോൾ ഇയാൾക്ക് 20 മറ്റേയാൾക്ക് 20 അങ്ങനെ കിട്ടി. എന്നാൽ ഇത് രണ്ടും കൂടി കൂട്ടി വെക്കുമ്പോൾ നിസാബ് എത്തുന്നുമുണ്ട്. എന്നാൽ എന്താ ചെയ്യേണ്ടത്? സക്കയ ഓൽ 2 ആളും കൂടി സക്കാത്ത് കൊടുക്കണം. കറജുലിൻ വാഹിദിൻ ഒരാളെ പോലെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഒരാളുടെ കയ്യിൽ 40 എണ്ണം ഉണ്ടെങ്കിൽ എത്രയാണ് സക്കാത്ത് കൊടുക്കുക? അതേപോലെ ഒരാളുടെ കയ്യിൽ 30 പശു ആണെങ്കിൽ എത്രയാണ് സക്കാത്ത് കൊടുക്കുക? ആ ഒരു രീതിയിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 2 ആളും കൂടി സക്കാത്തിൻ്റെ നിസാബിൽ കൂറായാൽ ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി കഥ അപ്രകാരം തന്നെയാണ് ലോ ഖലത്വ മുജാവറത്തൻ മുജാവറത്തൻ നിലയ്ക്ക് 2 ആളുടെ മൃഗങ്ങൾ കൂടിക്കലർന്നാൽ എന്ന് പറഞ്ഞാൽ 2 ആളും കൂടി കൂറായതല്ല. നേരെ മറിച്ച് ഇയാൾക്ക് 20 ഇതുണ്ട്. നേരത്തെ പറഞ്ഞത് 40 ആടുണ്ട്, ഇയാൾക്ക് 20 മറ്റേയാൾക്ക് 20 അങ്ങനെയില്ല. 2 ആളും കൂടി കൂറാണ് അതിൽ. 2 ആൾക്കും അതിൽ പങ്കുണ്ട്. ആ ഒരു രീതിയിലാണ് 2 ആളും കൂടിയാണ് ഈ 40 ആടുകൾ. അങ്ങനെയാണെങ്കിൽ 2 ആളും കൂടി ഒരൊറ്റ സക്കാത്ത് കൊടുക്കുന്ന പോലത്തിൽ ആണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അങ്ങനെയല്ല, മുജാവറത്ത നിലക്ക് കൂടിക്കലർന്നതാണ് എന്ന് പറഞ്ഞാൽ ഇയാൾക്കൊരു 20 ആടുണ്ട്, മറ്റേ ആൾക്കൊരു 20 ആടുണ്ട്. അത് രണ്ടും കൂടി മുജാവറത്ത നിലയ്ക്ക് എന്ന് പറഞ്ഞാൽ അയൽപക്ക ബന്ധത്തിൽ കൂടിക്കലർന്നു എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് കണ്ടീഷനൊക്കെ ഉണ്ട്. ആ കണ്ടീഷനൊക്കെ അനുസരിച്ച് രണ്ടാളതും ഒരേ സ്ഥലത്താണ് കിടന്നുറങ്ങൽ, ഒരേ സ്ഥലത്തു നിന്നാണ് വെള്ളം കുടിക്കൽ, 2 ആളതും കൂടി നോക്കാൻ ഒരാളാണുള്ളത്. അങ്ങനെ 2 ആളതും കൂടി അതിൻ്റെ പാല് കറക്കുന്നത് ഒരാളാണ്, 2നും ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഒരാൾ. അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെയാണ് എങ്കിലും 2 ആളതും കൂടി എന്തായാൽ മതി, ഒരൊറ്റൊരാളെ സക്കാത്ത് പോലെ കൊടുത്താൽ മതി. അതാ കഥ അപ്രകാരം തന്നെ ഒരൊറ്റ ആളെ സക്കാത്ത് പോലെ കൊടുത്താൽ മതി. ലോ ഖലത്വ മുജാവറത്തൻ 2 ആളുടെ മൃഗങ്ങളും കൂടി അയൽപക്ക ബന്ധത്തിൽ കൂടിക്കലർന്നാൽ. പക്ഷേ ലാക്കിൻ ബി ഷർത്തി അല്ല, ലാക്കിൻ ബി ഷർത്തി അവിടെ 10 ഷർത്തുകളുണ്ട്. ആ 10 ഷർത്തുകളാണ് ഇനി പറയുന്നത്. 1 അല്ലാ തത്തമയ്യസ മാഷ്യത്തു അഹദീമ അൻ മാഷ്യത്തിൽ ആഖരി ഒരാളെ മൃഗങ്ങൾ മറ്റൊരാളെ മൃഗത്തെ തൊട്ട് വേർതിരിച്ച് മനസ്സിലാകാൻ പാടില്ല. ഒന്നായിട്ട് കൂടി കലർന്ന് അങ്ങനെ ജീവിക്കുകയാണ്. ഇയാൾക്കൊരു 20 ഉണ്ട്, മറ്റൊരാൾക്ക് 20 ഉണ്ട്. അപ്പോൾ ഒറ്റയടിക്കാൻ നോക്കിയാൽ ഇത് രണ്ടും കൂടി എന്താകൂല, ഇയാൾ തിന്നത് മറ്റേ ആൾ തിന്നത് എന്നതാവില്ല, മനസ്സിലാകൂല. ആ ഒരു രീതിയിൽ കൂടി കലർന്നിട്ടുണ്ട്. ഫിൽ മുഷറായി ഐ മൗലി ഷുർബി കുടിക്കുന്ന സ്ഥലത്ത് 2 ആളതും വേർതിരിച്ച് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ 2 ആളതും വെള്ളം കുടിക്കുന്നത് ഒരേ സ്ഥലത്തു നിന്നാണ്. ബിയാൻ തുസ്കാ മിൻ മാഇൻ വാഹിദിൻ 2 ആളെ മൃഗത്തിനും ഒരേ സ്ഥലത്തു നിന്നാണ് വെള്ളം കുടിപ്പിക്കപ്പെടാറുള്ളത്. മിൻ നഹരിൻ ഒന്നെങ്കിൽ ഒരേ പുഴയിൽ നിന്നാണ്, ഔ ഐനിൻ അല്ലെങ്കിൽ ഒരേ അരുവിയിൽ നിന്നാണ്, ഔ ബീരിൻ അല്ലെങ്കിൽ ഒരേ കിണറ്റിൽ നിന്നാണ്, ഔ ഹൗലിൻ അല്ലെങ്കിൽ ഒരേ ഹൗലിൽ നിന്നാണ്, ഔ മിൻ മിയാഹിൻ മുതഅദ്ദിദത്തിൻ അല്ലെങ്കിൽ വ്യത്യസ്തമായ കുറേ വെള്ളത്തിൻ്റെ സ്ഥലത്ത് നിന്ന്. പക്ഷേ 2 ആളതും ഓരോ സ്ഥലത്തു നിന്നാണ്. ഒന്നെങ്കിൽ 2 അരുവിയിൽ നിന്നാണ് വെള്ളം കുടിപ്പിക്കൽ. അപ്പോൾ തിങ്കളാഴ്ച ആണെങ്കിൽ 2 ആളെ മൃഗങ്ങളും ഒരു അരുവിയിൽ പോവും, ചൊവ്വാഴ്ച ആണെങ്കിൽ മറ്റേ അരുവിയിൽ പോവും. അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരേ സ്ഥലത്തു നിന്നാണ് വെള്ളം കൊടുക്കാറുള്ളത്.
അപ്പോൾ അതിൽ വേർതിരിവ് ഉണ്ടാകാറില്ല. അപ്പോൾ ഒരേ സ്ഥലത്തു നിന്നാണ് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ മുഷ്റയിൽ രണ്ടും യോജിക്കണം. 2 വൽ മസ്റഹി, മസ്റഹിലും ഇത് രണ്ടും എന്താവണം? യോജിക്കണം. മസ്റഹി എന്ന് പറഞ്ഞാൽ അഷാമിലിൽ മർഅയെയും കൂടി ഉൾക്കൊള്ളിക്കുന്നതായ സ്ഥലം, മേച്ചിൽ സ്ഥലം. ഐ അൽ മൗളിഇ ലദി തസ്റഹു ഇലൈഹി ലിതജ്തമിഅ വ തുസാഖു ഇലൽ മർഅ, ഇറ്റങ്ങളെയൊക്കെ എന്താകും? ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലം. എന്നിട്ട് ഇപ്പോൾ തുസാഖു ഇലൽ മർഅ, അവിടുന്ന് അങ്ങോട്ടാണ് പിന്നെ എന്താകുക? മേച്ചിൽ സ്ഥലത്തേക്ക് കൊണ്ടുപോകുക. അതായത് ആദ്യം ഇറ്റങ്ങളൊക്കെ എന്താകും? ഇറ്റങ്ങളെ കൂട്ടുന്നൊക്കെ പുറത്തിറക്കിയിട്ട് ആദ്യം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടും, അല്ലേ? എന്നിട്ട് ആ ഒരുമിച്ച് കൂട്ടിയ സ്ഥലത്തു നിന്നാണ് പിന്നെ ഇറ്റങ്ങളൊന്നായിട്ട് മേച്ചിൽ സ്ഥലത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ അതിനാണ് എന്ത്? മസ്റഹ് എന്ന് പറയാം. വൽ മൗളിഉ ലദി തർആ ഫീഹി ലിഅന്നഹ മുസറഹത്തുൻ, അതേപോലെ മേയുന്ന സ്ഥലത്തിനും എന്താവും? നമ്മൾ മസ്റഹ എന്ന് പറയാറുണ്ട്. കാരണം ലിഅന്നഹ മുസറഹത്തുൻ ഇലൈഹ, അവിടേക്കാണ് കൊണ്ടുപോകുന്ന സ്ഥലമാണല്ലോ. കമാ കാല റാഫിമാൻ പറഞ്ഞ പോലെ വലോ കാലൽ മുസന്നിഫു വൽ മസ്റഹി വൽ മർആ കമാ ഫി അസ്ലി റൗളത്തി വഗൈരിഹ ലകാന ഔളഹ. അസ്ൽ റൗളയിലും ഒക്കെ പറഞ്ഞ പോലെ വൽ മസ്റഹി വൽ മർആ, ഇതിൽ രണ്ടിലും യോജിക്കണം എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ അതൊന്നും കൂടി വ്യക്തമായേനെ. അപ്പോൾ ഈ 2 സ്ഥലത്തിൽ യോജിക്കണം. അതേപോലെ വൽ മുറാഹിലും യോജിക്കണം. ബിളമ്മിൽ മീമി ഐ മൗവാഹ ലൈലൻ, രാത്രി ഇറ്റങ്ങൾ അഭയം പ്രാപിക്കുന്ന സ്ഥലം, ഇറ്റങ്ങളുടെ കൂട്, ഇറ്റങ്ങൾ കിടന്നുറങ്ങുന്ന സ്ഥലം. ഇപ്പോൾ പോത്തുകളൊക്കെ ആണെങ്കിൽ തൊയ്ത്ത് എന്ന് പറയും. ഒട്ടകങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആലാന്നോ എന്താ ചെയ്യുക പറയും. ആടൊക്കെ ആണെങ്കിൽ ആടിൻ്റെ കൂട്. അപ്പോൾ അതിൽ യോജിക്കണം. അപ്പോൾ മൗളിയിൽ ഹലബി ബി ഫത്ഹിൽ ലാമി മസ്തറുൻ വഹുക്കിയ സുക്കൂനുഹ, ഹൽബ് എന്നുണ്ട്. വഹുവൽ മഹലബു ബി ഫത്ഹിൽ മീമി. അപ്പോൾ അതിൻ്റെ പാല് കറക്കുന്ന സ്ഥലം, അതിലും യോജിക്കണം. കഥ റായി, അതേപോലെ ഇറ്റങ്ങളെ മേച്ചു കൊണ്ടുപോകുന്ന റായിയും യോജിക്കണം. വൽ ഫഹലു, ഇതിൻ്റെ കൂറ്റനും യോജിക്കണം. അതായത് മൃഗങ്ങൾക്കൊക്കെ നന്നായിട്ട് ചെന ഉണ്ടാകുന്ന അവസരത്തിൽ ഇറ്റങ്ങളായിട്ട് ജിമാ ചെയ്യാനായിട്ട് കുറച്ച് മൃഗങ്ങളെ കൊണ്ടുവരും, അല്ലേ? അപ്പോൾ ഇറ്റങ്ങളായിട്ട് ജിമാ ചെയ്യിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന കൂറ്റൻ എന്നാണ് അതിനെക്കുറിച്ച് പറയാം. ആ ഒരു മൃഗം, ആ ഒരു മൃഗത്തിനായിട്ട്, അതായത് ഇറ്റങ്ങൾക്കൊരു പ്രത്യേക പ്രായം എത്തിയാലാണ് ഗർഭം ഉണ്ടാകുള്ളൂ. അപ്പോൾ ആ ഒരു പ്രായം എത്തിയാൽ എന്താവും? ഏതെങ്കിലും ഒരു മൃഗത്തെ കൊണ്ടുവന്നിട്ട് ഇറ്റങ്ങളായിട്ട് ജിമാ ചെയ്യിപ്പിക്കും. അത് ചെയ്യിപ്പിക്കുക തന്നെ ചെയ്യണം ഈ ഉടമസ്ഥന്മാർ. അപ്പോൾ അങ്ങനെ ചെയ്യിപ്പിക്കുമ്പോഴാണ് ഇറ്റങ്ങൾക്ക് ഗർഭം ഉണ്ടായിക്കാണ്ട് കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനുള്ള കൂറ്റന്മാരും ഒന്നായിരിക്കണം. വബിഹി ഖതഅൽ ജുംഹൂർ ഫിൽ ഫഹലി കസീറും മിനൽ അസ്ഹാബി ഫിർ റാഇ. അധിക പണ്ഡിതന്മാരും എന്തായിട്ടുണ്ട്? ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അർത്ഥം. റായിൽ പറഞ്ഞതിനേക്കാളും വലാ ബഅസ ബി തഅദ്ദുദിഹി ലഹുമ, ഇനി രണ്ടാക്കുമ്പോൾ എണ്ണം മറ്റേതായി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. സവാവും കാനത്തിൽ ഫുഹൂൽ മുഷ്തറകത്തം ബൈനഹുമ, ഈ കൂറ്റന്മാരും ഇവർക്ക് രണ്ടാൾക്കും ഇടയിൽ ഷിർക്കായതാണ്. ആ മംലൂക്കത്തിൽ യഹദീമ, അല്ലെങ്കിൽ ഈ കൂറ്റന്മാർ ഏതെങ്കിലും ഒരാൾതാണ്. ആ മുസ്താറത്തൻ, അല്ലെങ്കിൽ വായ്പക്ക് വേണ്ടി വേറെ ഏതോ ഒരാൾക്ക് കൊടുന്നതാണ്. എങ്ങനെയാണെങ്കിലും പറ്റും. നമ്മളെ നാട്ടിലൊക്കെ ഇപ്പം അങ്ങനെ ചെയ്യല്, അല്ലേ? ഏതെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരേ കൂറ്റനൊക്കെ ഉണ്ടാകുള്ളൂ. അപ്പോൾ ആ കൂറ്റനെ എവിടുന്നെങ്കിലുമൊക്കെ കൊടുന്നുകൊണ്ടാണ് ഇതാക്കുക. വല്ലാഹിറുൻ, വ്യക്തമാണല്ലോ. അന്നൽ ഇസ്തിറാക ഫിൽ ഫഹലി ഫീമ യുംകിനു ബിഅൻ തകൂന മാശിയതുഹുമ നൗഅൻ വാഹിദൻ, ഈ ഫഹലൊക്കെ ഒന്നാകുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സാധിക്കുന്ന സ്ഥലത്താണ് അത് പറ്റുള്ളൂ. ഏതുപോലെ ഒരേ ഇനത്തിൽപ്പെട്ടതാണ്. ബി ഖിലാഫിൽ ലൗനി വൽ മഅസി, എന്നാൽ ഒരാളെ കയ്യിലുള്ള മൃഗങ്ങൾ ലൗനും മഅസും ആണെങ്കിലേ പറ്റുമോ? ഇല്ല. കമാ ഖലൂഫി ഷറൽ മദ്ബില പറഞ്ഞു പോയതുപോലെ ലാ നിയ്യത്തുൽ ഖുൽതത്തി ഫിൽ അസഹി, അസഹായിബനുസരിച്ച് ഖുൽതത്തിൻ്റെ നിയ്യത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അവിടെ നിന്ന് നമുക്ക് എന്താകാം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.